ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി പേള് കൊണ്ടുള്ള മാല ഉണ്ടാക്കിയാലോ. പേള്, ഫിഷ് ഹൂക്ക്, പല നിറത്തിലുള്ള പേളുകൾ, സിൽവർ കളർ ജംറിങ്, ക്രിസ്റ്റൽ ടെക്ക് 0.8 എന്നിവയാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ജംറിങ് ഇലാസ്റ്റിക്കിൽ കോർത്ത് കൊടുക്കാം. കോർത്ത് കൊടുക്കുമ്പോൾ നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടൈറ്റ് ചെയ്ത് കെട്ടുക. അതിനുശേഷം നമുക്ക് പേള് കോർത്ത് കൊടുക്കുക. നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടണം. അപ്പോൾ ഞാനിവിടെ ഒരു 5 പേള് ആദ്യം കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു ഗ്രീൻ കളറുള്ള പേള് കോർത്ത് കൊടുക്കുന്നുണ്ട്. 3 ബീഡ്സ് കോർത്ത് കൊടുത്തതിന് ശേഷം കണ്ടോ, ഞാനിത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഒരു രീതിക്ക് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ വീണ്ടും ഒരു 5 പേള് 6mm കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ പിങ്ക് ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. 3 പിങ്ക് ബീഡ്സ്, വീണ്ടും വൈറ്റ് ബീഡ്സ്, ആ ഒരു രീതിക്ക് കോർത്ത് വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്ക് കണ്ടോ, ഞാൻ പിങ്ക്, ക്രീം, ലൈറ്റ് പർപ്പിൾ ആ ഒരു രീതിക്ക് കോർത്ത് കൊടുത്ത് സെൻട്രലായിട്ട് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡുള്ള ഒരു പേളുമാണ് കോർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ നിങ്ങൾക്ക് ഇതിൽ വലുത് വേണമെങ്കിൽ ആ ഒരു അളവിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഒരു 20 ഇഞ്ച് നീളം വരുന്ന രീതിക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഹൂക്ക് ഇട്ട് കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. വരുന്ന എലാസ്റ്റിക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എലാസ്റ്റിക് എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.